ഹലോ ഫ്രണ്ട്സ്, അൽഹസണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മൈൻക്രാഫ്റ്റിൽ ഞാനൊരു വീടുണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു ഹോം ടൂറാണ് നിങ്ങളുമായിട്ട് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് ഞാൻ സ്വന്തമാക്കി ഉണ്ടാക്കിയൊരു വീടാണ്. ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടെൻ്റെ ഹാർട്ട് കമൻറ്റിലൂടെ അറിയിക്കാം. ഇനി നമുക്ക് എൻ്റെ കൃഷിയാണിത്. ഇത് ഞാനൊന്ന് ക്ലിയറായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ബേക്കിലായിട്ട് ഞാനൊരു ഡോറ് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് എളുപ്പത്തിൽ കയറാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. ഇനി നമ്മൾ ഇവിടെ എന്താ പറയുക, ഇങ്ങനെയൊക്കെയാണുള്ളത്. ഇനി നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. നമുക്ക് ഇവിടെ ഒരു മുള ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പുറമെ ഞാൻ എന്താ പറയുക ഒരു സ്വിമ്മിംഗ് പൂൾ പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും എന്താ പറയുക വെറുതെ വന്ന് കുളിക്കാനോ അങ്ങനെയൊക്കെ എന്തിനെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗേറ്റൊക്കെ തുറന്ന് നമുക്ക് അകത്തേക്കൊക്കെ കയറാം. അതിൻ്റെ മുമ്പേ ഞാൻ എന്താ പറയുക വീടിൻ്റെ പുറം വശം ഒക്കെ ഒന്ന് ചുറ്റി കാണിച്ചു തരുന്നുണ്ട്. നമ്മൾ തറയിലിട്ടിരിക്കുന്നത് നമ്മൾ കല്ലാണ് കേട്ടോ, നമ്മളെ ഇത് ഇരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോറ് വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ ഞാനൊരു ചെറിയ സ്പേസാണ് ചെയ്തത്. കാരണം നമുക്ക് സ്വിമ്മിംഗ് പൂളൊക്കെ ചെയ്തതിനെ കൊണ്ട് അത്യാവശ്യം ചെറിയ പ്ലേസ് ആയിപ്പോയി. പിന്നെ വീടിനും വേണ്ടി സ്ഥലമൊക്കെ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് സ്ഥലം അവിടെ ഇതായിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ കാണാം. കയറി വരുമ്പം തന്നെ സ്റ്റെപ്പ് ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ കയറണം. അപ്പോൾ നമുക്ക് ഇനി കിച്ചണൊക്കെ കാണാം കേട്ടോ. ഇത് കിച്ചണിൽ ഞാൻ ചെയ്തിരിക്കുന്ന 2 ഡോറാണ്. ഇത് കിച്ചൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. ആ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്താ പറയുക കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇല്ലെങ്കിലും ഞാൻ ചെയ്യും കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ കമൻറ്റിലൂടെ അറിയിച്ചാൽ മതി. നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനുള്ളത് നമുക്ക് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ പോലെ ഒരു സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ പറയുക എൻ്റെ ലൈബ്രറി ഉണ്ട്. ലൈബ്രറി അങ്ങനെയൊക്കെ പറയാം, അത് നമ്മൾ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ നടുവിൽ നമ്മൾ 4 ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു നടുവിൽ. ഇനി നമ്മൾ ഇവിടെ ഒരു ചൈനയായിട്ട് ബന്ധപ്പെട്ട ഒരു ചെറിയൊരു പിക്ചറുണ്ട്. ചെറിയൊരു പിക്ചറല്ല, അത്യാവശ്യം വലിയൊരു പിക്ചറ്. നമുക്ക് 2nd ഫ്ലോറിൽ കയറുമ്പോൾ നമ്മൾ അവിടെ ചെയ്ത പോലെ ഒരു ലൈബ്രറി പോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക ഇത് തുറന്നാൽ ബാൽക്കണിയാണ് വരിക. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൃഷി ആരെന്താക്കുന്നുണ്ടോ എന്നൊക്കെ അവിടെ വന്ന് നോക്കാം കേട്ടോ. പിന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇനി ബെല്ലടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒരു സംഭവം സെറ്റാക്കിയിട്ടുണ്ട് 3 ഇതെൻ്റെ ബെഡ്റൂമിലും ഉണ്ട്, ഈ ഒരു 2nd ഫ്ലോറിലും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം, അവിടെയാണുള്ളത്. ഇനി നമുക്ക് 3rd ഫ്ലോറിൽ ഒന്ന് കാണാം. 3rd ഫ്ലോറിൽ എൻ്റെ ബെഡ്റൂം അല്ലാണ്ട് വലിയ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ ഒരു ഡോറുള്ളിടത്തിലാണ് ഞാൻ എന്താ പറയുക എൻ്റെ ബെഡ്റൂം വെച്ചിട്ടുള്ളത് ഉണ്ടാക്കിയത്. ഞാൻ 2 തട്ടുള്ള ബെഡാണ് ഇവിടെ വെച്ചത് കേട്ടോ. ഒരു ബ്ലൂ കളർ ബെഡാണ് ഞാൻ ചെയ്തത്. എനിക്ക് ബ്ലൂ കളർ ബെഡായിരുന്നു കൂടുതലും ഇഷ്ടപ്പെട്ടത്, അതുകൊണ്ട് ഞാൻ ബ്ലൂ കളർ ബെഡ് എടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു ബെല്ല് വെച്ചിട്ടുണ്ടെന്ന്, അതിവിടെ ഞാൻ വെച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും വന്നാൽ കിടക്കാം, ഇല്ലെങ്കിൽ തന്നെ മേലെ കിടക്കാമല്ലോ, അതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ചെയ്തത്. ഞാനിവിടെ ഇടയ്ക്കൊക്കെ കിടക്കലുള്ളൂ, നമുക്ക് തോനെ പരിപാടി ഉള്ളതിനെ കൊണ്ട് നമ്മൾ ഇടയ്ക്കൊക്കെയാണ് കിടക്കൽ. നമുക്ക് എൻ്റെ കൃഷിയൊക്കെ ഒന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാം കേട്ടോ. നമ്മൾ താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ശരി, ഇതെന്താണ് താഴോട്ട് ഇറങ്ങാത്തത്? പിന്നെ എനിക്ക് തോന്നി എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇറങ്ങാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് താഴോട്ട് ഇറങ്ങിയിട്ട് കൃഷി ഒന്ന് കാണാം. നമ്മൾ ഡോറൊക്കെ തുറന്നുണ്ട്. ഞാനിവിടെ ചെയ്തത് മറ്റേ കല്ല് വെച്ചിട്ടാണ് കേട്ടോ. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് നമ്മളെ കൃഷിയൊക്കെ ഒന്ന് കാണാം. ഈ കാണുന്നതാണ് എൻ്റെ വലിയൊരു കൃഷി കേട്ടോ. ഈ ഒരു കൃഷി എന്താ പറയുക ചെയ്യാൻ കാരണം നമുക്ക് ഓരോ സാധനങ്ങളും എല്ലാവരും ചെയ്യുന്ന കണ്ടിട്ട് ഞാനും ചെയ്തെന്നാണ് ഉള്ളത്. ഇങ്ങനെ ഞാൻ ആദ്യം ഇതേപോലെയൊക്കെ ചെയ്തതിന് ശേഷം പിന്നെ 2 ഹൈറ്റിൽ 2 നീളത്തിൽ 2ൻ്റെ ഒരു നീളം അങ്ങനെ ചെയ്തിട്ട്
നമ്മൾ ഇവിടെ ചെറുതായിട്ടൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇവിടെ ഞാൻ നെല്ലിൻ്റെ കൃഷി, ബീറ്റ്റൂട്ടിൻ്റെ കൃഷി, പിന്നെ ക്യാരറ്റ് കൃഷി, പൊട്ടറ്റോ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ തോന കൃഷിയും ഉണ്ട് കേട്ടോ. പിന്നെ ഞാനിവിടെ ഒരു കറുത്ത കളറുള്ള ആടിനെ കണ്ടു. ഇതെങ്ങനെ നമ്മളെ കൃഷീനെ ബാധിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് വെച്ച് ഞാൻ അതിനെ അങ്ങ് കൊന്നു കളഞ്ഞു. അന്നിപ്പോൾ എനിക്കൊരു കറുത്ത കട്ടയും മീറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു. അന്നിപ്പോൾ ഞാൻ മീറ്റും കറുത്ത കട്ടയും എടുത്തിട്ടുണ്ട്. എന്നപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റ ബൈ ബൈ.